മനസ്സിലാക്കാം. യേശുവിനെ അറിയുന്നത് ഇങ്ങനെ അറിയണം. അല്ലാതെ യേശു ബേത്ലഹേമിൽ ജനിച്ചു എന്നും യേശു ആദ്യ മാനവരാശിയുടെ രക്ഷകനെന്നും മാത്രം അറിഞ്ഞാൽ ആദ്യ ആ രക്ഷകന്റെ രക്ഷണീയ പ്രവൃത്തിയെ കുറിച്ചോ രക്ഷണീയ വിടുതലുകളെ കുറിച്ചോ രക്ഷണീയ ആദ്യ ദൂതിനെ കുറിച്ചോ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയില്ല. യേശു എങ്ങനെയുള്ളവരാണ്, യേശു എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, യേശു എന്താണ് തന്റെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്നത്, തന്റെ മക്കളെ എങ്ങനെയാണ് അവൻ വീണ്ടെടുത്തിരിക്കുന്നത്, എങ്ങനെയാണ് അവന് തന്റെ മക്കളെ രക്ഷിച്ചിരിക്കുന്നത്, അവരെ ആദ്യ നിത്യജീവൻ അവകാശിയാക്കിയത് എങ്ങനെയാണ്, ഇതെല്ലാം മനസ്സിലാക്കി ആദ്യം ജീവിക്കുക, ഇതെല്ലാം അറിയണം. അതാണ് അതിന്റെ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അവനെ അറിയുക. അപ്പോൾ യേശുവിനെ അറിയുന്നത് നിത്യജീവനാണ്. യേശുവിനെ അറിയണം, അറിയേണ്ടതുപോലെ അറിയണം. അല്ലാതെ യേശു ആദ്യ രക്ഷകനാണെന്നോ യേശുവിന്റെ പാപം മോചിച്ചെന്നോ പറഞ്ഞതുകൊണ്ട് രക്ഷ പൂർത്തിയാകുന്നില്ല, വിടുതൽ ആദ്യ സമ്പൂർണമാകുന്നില്ല, രക്ഷ ആദ്യ സമ്പൂർണമാകുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആ രക്ഷ സമ്പൂർണമാകണമെങ്കിൽ യേശുവിനെ ഉള്ളതുപോലെ അറിയുവാൻ നാം തയ്യാറാകണം. യേശുവിനെ ഉള്ളതുപോലെ അറിയണം. നമ്മുടെ ജീവിതത്തിൽ യേശു മതിയായ എല്ലാ വിഷയവും നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കാം. ഒരുപക്ഷെ നിങ്ങളൊക്കെ കത്തോലിക്കായോ യാക്കോബായോ അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും സാമുദായിക സഭകളിൽ നിന്നൊക്കെ വേർപെട്ടു വന്നവരാണെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് അവർ ഓരോ മധ്യസ്ഥന്മാരെ അതായത് അവർക്ക് വേണ്ടി ഇടനിലക്കാരായിട്ടുള്ളവരെ ഔദ്യോഗികമായി നിയമിച്ചിട്ടുണ്ട്. അവർ ഈ മധ്യസ്ഥന്മാർ എല്ലാ വിഷയങ്ങൾക്കും വിടുതൽ തരാൻ പ്രാപ്തരല്ലെന്നാണ് അവർ അറിയുന്നത്. അതുകൊണ്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ട്, കോഴിക്കുഞ്ഞുങ്ങളെ വിരിച്ചിറക്കിയിട്ട് ആ കോഴിക്കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനായിട്ട് ഏതോ ഒരു മധ്യസ്ഥരോട് പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ മറ്റ് പല വിഷയങ്ങൾക്കും ഓരോ മധ്യസ്ഥന്മാരെ ആശ്രയിക്കുന്നത്. ജാതികളും ക്രൈസ്തവരുമായിട്ട് യാതൊരു വ്യത്യാസവുമില്ല. അവർ പല വിഗ്രഹങ്ങളെയും പല ആരാധനാമൂർത്തികളെയും ആരാധിക്കുന്നു. ക്രൈസ്തവർ ഇടനിലക്കാരായി ഈ ലോകത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യർ മരിച്ചുപോയ വിശുദ്ധന്മാരാക്കി അവരോട് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ വിഷയങ്ങൾക്ക് പരിഹാരം തരണമേ എന്ന്. എന്നാൽ കർത്താവ് പറയുകയാണ്, അവരെ കൊണ്ടൊന്നും കഴിയുകയില്ല, അവരെ കൊണ്ടൊന്നും സാധ്യമാകില്ല. അവരൊക്കെ മൺമറഞ്ഞ ആൾക്കാരാണ്. മാത്രമല്ല മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരാരും യഹോവയെ സ്തുതിക്കുന്നില്ല. അവർക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന സമയമല്ലിത്. അവർക്ക് പ്രവർത്തിക്കുവാൻ തടസ്സങ്ങളുണ്ട്, അവർക്ക് പ്രവർത്തിക്കുവാൻ പരിമിതികളുണ്ട്, അവർക്ക് പ്രവർത്തിക്കുവാൻ പലവിധങ്ങളാകുന്ന തടസ്സങ്ങളുണ്ട്. അതായത് നമുക്ക് കാണാൻ കഴിയും, അതേ ലാസർ മരിച്ചു, അബ്രഹാം പിതാവിന്റെ മടിയിൽ ചെന്നു, ധനവാനും മരിച്ചു, നിത്യദണ്ഡന സ്ഥലത്തിയിരുന്നു. രണ്ടുപേരും അങ്ങനെ ആയിരിക്കുമ്പോൾ അബ്രഹാമിന്റെ മടിയിലിരിക്കുന്ന ലാസറിനെ കണ്ടുകൊണ്ട് മനുഷ്യൻ അതേ ഈ ധനവാനായ മനുഷ്യൻ അബ്രഹാം പിതാവിനോട് പറയുക, അബ്രഹാം പിതാവേ ലാസറിന്റെ വിരൽ മുക്കി എനിക്കൊരു തുള്ളി വെള്ളം തരാൻ പറ്റുമോ? അപ്പോൾ പറയുക, മോനെ അങ്ങോട്ട് വരാനും ഇങ്ങോട്ട് വരാനും പരിമിതികളുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് വരാനും പറ്റില്ല, അവിടുന്ന് ഇങ്ങോട്ട് വരാനും പറ്റില്ല. അങ്ങനെയാണെങ്കിൽ മരിച്ച് മൺമറഞ്ഞ ഒരു വിശുദ്ധന് ഇങ്ങോട്ട് വരാനോ അങ്ങോട്ട് പോകാനോ പറ്റില്ലെന്നുള്ള യാഥാർത്ഥ്യം വിശുദ്ധ ബൈബിളിലൂടെ യേശു കർത്താവ് വചന സഹിതം തെളിയിച്ചു തന്നിരിക്കുക. അതായത് യേശു ക്രിസ്തു
ക്രിസ്തുവിലൂടെ മാത്രമേ ഒരു വ്യക്തിക്ക് രക്ഷ പ്രാപിക്കാനാകത്തുള്ളൂ. യേശു ക്രിസ്തുവിലൂടെ മാത്രമേ ഒരു പ്രാർത്ഥന പിതാവിന്റെ സന്നിധിയിൽ എത്തിക്കാനാകത്തുള്ളൂ. മാത്രമല്ല അപ്പോൾ അതേ ആ ധനവാൻ അവിടെ കിടന്നോട് പറയുക, അല്ല കർത്താവ്, എനിക്ക് വെള്ളം കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, എന്റെ സഹോദരന്മാർ ഇനി ഒരു 5 പേരുണ്ട്, അവര് ഈ നിത്യദണ്ഡന സ്ഥലത്തേക്ക് വരാതിരിക്കാൻ അവർക്ക് വേണ്ടി ദാസനെ നീ അയക്കാമോ? പ്രശ്നം അപ്പോഴും കർത്താവ് പറയുന്ന പറ്റില്ല മോനെ, പറ്റില്ല, ഇവിടെ നിന്ന് അങ്ങോട്ട് വിടാൻ പറ്റില്ല. അവനിക്ക് മാത്രമേ ഇവിടെ ആശ്വാസം കണ്ടെത്തിയിരിക്കുന്നവനാ, അവനെ അങ്ങോട്ട് പറഞ്ഞു വിടാൻ പറ്റില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ മോശയും പ്രവാചകന്മാരും തിരുവെഴുത്തും ഒക്കെ ഉണ്ട്. അത് വായിച്ച് മനസ്സിലാക്കിയിട്ട് അത് വായിച്ച് ജീവിക്കാൻ തയ്യാറുള്ളവൻ വന്നാൽ മതി, അല്ലാത്തവരൊന്നും വരണ്ട എന്ന് തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ട് മനസ്സിലാക്കുക, ഈ മരിച്ചു കഴിഞ്ഞ ഒരു മനുഷ്യൻ ഒന്നുകിൽ നരകത്തിലേക്കോ അല്ലെങ്കിൽ സ്വർഗത്തിലേക്കോ വിശുദ്ധ സ്ഥലത്തേക്കോ ആ വിശുദ്ധ സ്ഥലത്തേക്കോ കടന്നുപോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു മനുഷ്യന് ഈ ഭൂമിയിലേക്ക് വരാൻ പറ്റില്ല. സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ പോയാൽ സ്വർഗത്തിൽ നിന്ന് ഒരുവന് വരാൻ പറ്റില്ല, നരകത്തിൽ നിന്ന് ഒരു മനുഷ്യന് വരാൻ പറ്റില്ല. ഇന്ന് ഈ ഭൂമിയിൽ മരിക്കുന്ന ഏത് മനുഷ്യൻ മരിച്ചാലും ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ വിശ്രമ സ്ഥലം, അല്ലെങ്കിൽ ദണ്ഡന സ്ഥലം. ഈ 2 ഭാഗമല്ലാതെ വേറൊരു ഭാഗം വിശുദ്ധ ബൈബിൾ നമുക്ക് കാട്ടിത്തരുന്നില്ല. അങ്ങനെയെങ്കിൽ യേശുവിനോട് പ്രാർത്ഥിക്കാൻ പറയുകയാണ്, യേശുവിനെ അറിയാൻ പറയുകയാണ്. നിത്യജീവനെ പ്രാപിക്കണമെങ്കിൽ യേശുവിനെ അറിയണം. അല്ലാതെ ഈ ലോകത്തിൽ എല്ലാ തല്ലിപ്പൊടി ജീവിതവും നയിച്ച് പാപിയായി ജീവിച്ച് ധാർമ്മികമായി അധപ്പതിച്ച് അശുദ്ധനായി പാപിയായി ജീവിച്ച ഒരു മനുഷ്യന് മരിച്ചു കഴിയുമ്പോൾ അവന് വേണ്ടി മെഴുകുതിരി കത്തിച്ചതുകൊണ്ടോ അവന് വേണ്ടി ധൂപപ്രാർത്ഥന നടത്തിയതുകൊണ്ടോ 40 ദിവസം അവന് വേണ്ടി പ്രാർത്ഥന നടത്തി അവനെ സ്വർഗത്തിൽ കയറ്റാനോ ഒരു വ്യക്തിക്ക് കഴിയില്ല, ഒരു ശക്തിക്ക് കഴിയില്ല. കാരണം അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ ഓരോരുത്തരും ദൈവസന്നിധിയിൽ നിൽക്കേണ്ടതാ. അതുകൊണ്ട് നല്ലത് പ്രവർത്തിച്ചവന് നല്ലത് കിട്ടും, തീയത് പ്രവർത്തിച്ചവന് തീയത് കിട്ടും. ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യാൻ അവസരമുണ്ട്, മാനസാന്തരപ്പെടാൻ അവസരമുണ്ട്, ജീവിക്കാൻ അവസരമുണ്ട്, വിശുദ്ധനായി തീരാൻ അവസരമുണ്ട്. ശക്തമായ വചനത്തിന് അടിസ്ഥാനപ്പെട്ട് ഒരു നല്ല ജീവിതം ചെയ്യുവാൻ അവസരമുണ്ട്. ഈ അവസരങ്ങളെ നഷ്ടപ്പെടുത്തിയിട്ട് മരിച്ചു കഴിഞ്ഞ് അവന് വേണ്ടി മെഴുകുതിരി കത്തിച്ചോ അവന് വേണ്ടി നേർച്ച കാഴ്ചകൾ ചെയ്തോ ഒരു വ്യക്തിയെ സ്വർഗത്തിലേക്ക് എത്തിക്കുവാൻ ആർക്കും കഴിയുകയില്ല. സ്വർഗം നീതിമാന്മാരുടെ വാസസ്ഥലമാണ്. നീതിമാന്മാരെ മാത്രമാണ് അതിൽ പ്രവേശിപ്പിക്കുന്നത്. അനീതി ചെയ്യുന്നവൻ, പാപിയായിരിക്കുന്നവൻ, പാപത്തിൽ നിന്നൊരു മോചനം അത് പിന്നെ ലഭ്യമായി തീരുകയില്ല എന്ന് വിശുദ്ധ ബൈബിൾ വളരെ അക്കമിട്ട് മുദ്രയിട്ട് പറഞ്ഞിരിക്കുക. അതുകൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ യേശുവിനെ അറിയുക, യേശുവിനെ അറിയാൻ